ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇത് നമ്മുടെ ഫാർ ക്രൈ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പിടിച്ചുകൊണ്ട് പോയ വാസ് എന്ന് പറയുന്ന, നമ്മുടെ കൂട്ടുകാരെ പിടിച്ചുകൊണ്ട് പോയ വാസ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ മാക്സിമം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മളെ മിസ്സായി പോയിട്ടുള്ള 4 ഫ്രണ്ട്സിനെ പറ്റിയിട്ട് അന്വേഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മെഡൂസ എന്ന് പറയുന്ന ഷിപ്പ്. ഇതിൻ്റെ തൊട്ട് വലത് സൈഡിലാണ് മെഡൂസ എന്ന് പറയുന്ന ഷിപ്പ്. വളരെ റിമോട്ടായിട്ടുള്ള ഈ ഒരു ഐലൻഡ് റേഡിയോ ചാനൽ വഴിയാണ് സിഗ്നലുകൾ, സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. അപ്പോൾ വാസ് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ മുഴുവൻ അയക്കുന്നത് ഈ മെഡൂസ എന്ന് പറയുന്ന റേഡിയോ ചാനലിൽ കൂടിയാണ്, ഈ ഷിപ്പിലുള്ള റേഡിയോ ചാനൽ കൂടിയാണ്. അപ്പോൾ നമ്മളിത് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാസിൻ്റെ അടുത്ത നീക്കം എന്നാണ് നമുക്ക് ആ റേഡിയോ ചാനലിൽ വരുന്ന ഡാറ്റ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ചെറിയ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിവൻ്റെ ബോഡി കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം സ്റ്റെൽത്തായിട്ട് വേണം നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊല്ലാൻ. അതുകൂടാതെ ഈ ഒരു ഷിപ്പിൻ്റെ ആ ഒരു റേഡിയോ ചാനലിൻ്റെ സന്ദേശം കിട്ടുന്ന ആ ഒരു റൂമിൻ്റെ കീ ഇവിടെയുള്ള ഏതോ ഒരു ആളെ കയ്യിലാണ്. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിച്ച് അയാളായി ആ കീ നമുക്ക് സ്വന്തമാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെൽത്ത് യൂസ് ചെയ്തിട്ട് ഇവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തെങ്കിലും ചെറിയ അനക്കം കേട്ടാൽ പോലും ഇവന്മാരപ്പോൾ ഡൗണായി കൂടുതൽ ഫോഴ്സിനെ വിളിച്ചു വരുത്തും. അത് നമുക്ക് മോശമാണ്. അപ്പോൾ നമുക്ക് ഇവനെ ടേക്ക് ഡൗൺ ചെയ്യാം. മറ്റേ പുള്ളിക്കാരനെ അവിടെ വെൽഡിങ് പണിയിലെങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ കാണൂല എന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് ദൂരത്തേക്ക് നീക്കിയിടാം ഇവരുടെ ബോഡി. ഓക്കെ, ഇനി നമുക്ക് അവനെ കൂടി ചാമ്പണം. ഒരാളെയും വിട്ടു വെക്കാൻ പാടില്ല. കാരണം യുവമാരൊന്നും ഗാന്ധിമാരല്ല. ഇവന്മാരൊക്കെ ചാവേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കൊല്ലുക. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഇവൻ്റെ ബോഡി ഇവിടെ തന്നെ ഇടാം. ഇവിടെ അടുത്തൊന്നും ഇനിയിപ്പം വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് അപ്പുറം ചെന്ന് നോക്കാം. നമ്മളിനിയും ആ ഒരു റൂം ഇവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ആ റേഡിയോ സിഗ്നൽ വരുന്ന റൂം. ഓക്കെ, നമുക്ക് ഇവൻ്റെ കയ്യിൽ കീ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഫ്രീക്വൻസി ആ റേഡിയോ ഉള്ളതിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവന്മാരെ കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു 2-3 പേരെ കൂടെ തട്ടിയിട്ടുണ്ട്. മര കയ്യിൽ നിന്ന് നമുക്ക് ഇവിടെ താക്കോൽ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഷിപ്പിലുള്ള റേഡിയോ റൂമിലേക്ക് പോവാം. ഇതാണ് ആ ഷിപ്പ്. നമുക്കിതിൻ്റെ മേളിൽ 2ാമത്തെ ഫ്ലോറിലങ്ങാണ്ടാണ് റേഡിയോ റേഡിയോ റൂം. അപ്പോൾ ആ റേഡിയോ റൂമിൽ കയറാം. ഓക്കെ, പൊളിച്ച്. ഓക്കെ, ഇനി നമുക്ക് റേഡിയോ സിഗ്നൽ ആക്സസ് ചെയ്യണം. എന്താണ് വാസിൻ്റെ അടുത്ത് നീക്കം കണ്ടുപിടിക്കണം. The kids go onto the black market and we deliver them to the buyer. Double the money Daddy likes. Hey, calm the chatter. Someone triggered an alarm at the Medusa. You morons. They're closest. I can see it right now. Shit, they're coming for me. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മോശമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാസ് എന്ന് പറയുന്ന മാറി നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞ് പൈസ വാങ്ങിയ ശേഷം വിട്ടുകൊടുക്കാന്നുള്ള ഒരു കണ്ടീഷനാണ് വെച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മളെ പേരൻസ് പൈസ കൊടുത്താലും നമ്മളെ ഫ്രണ്ട്സിനെ വിട്ടുകൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ വാങ്ങിയ ശേഷം ബാക്കിയുള്ള 4 പേരെയും ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാസ് ശ്രമിക്കുന്നത്. നമ്മൾ മെഡൂസയിലുള്ള റേഡിയോ സിഗ്നൽ ബ്രീച്ച് ചെയ്ത് വന്ന് അത് നമ്മൾ കേട്ട് എന്ന് വാസിൻ്റെ ടീമിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അയച്ചേക്കാന്ന് ഇങ്ങോട്ടേക്ക്. നമുക്കിവിടെ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ സർവൈവ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ 4 പേരെയും ഇവന്മാർ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കും, കൊല്ലും. Get him! Come on! Hey Dennis, I hit the Medusa. Now the pirate sent a message about... Yes, sir. Vas wants us dead. There's no time to talk. Come to Amaniki village. We need your help. അപ്പോൾ വാസിന് ആകെ പൊളിഞ്ഞിരിക്കുന്നതാണ്. വാസിന് അതായത് നമ്മുടെ ജേസൺ ബ്രോഡി എന്ന് പറയുന്ന നമ്മളും പിന്നെ ഡെന്നീസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ തന്നെ മരിക്കണം എന്നുള്ള വാശിയിലാണ് വാസുള്ളത്. അവർ അമാനക്കി വില്ലേജ് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ സഹായം വേണം, വേഗം അങ്ങോട്ടേക്ക് ചെല്ലാനാണ് ഡെന്നീസ് വിളിച്ച് പറയുന്നത്. നമുക്കിതുവരെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കിട്ടിയിട്ടില്ല. അവരെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നതെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. നമുക്ക് തൽക്കാലം ഏതായാലും ഡെന്നീസിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡെന്നീസിന് പറയാനുള്ളത് കേൾക്കാം.
What's happened? Vas prepares to attack our village. He is gathering weapons even as we speak now. My friends are in trouble too. What did the message say? They've been taken to somewhere called PC. Voss is gonna ransom them and then sell them anyway. Oh, this is good then. You have time. Jason, please, fight for us. The Rakyats will be murdered. If you can sabotage the weapons, it'll weaken Vas. It'll be easier to kill. I'll do it. ഓക്കെ, നമ്മളെ ഈ ഒരു അമാനാക്കി എന്ന് പറയുന്ന വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാസ് ഒരു വലിയൊരു ആയുധ ശേഖരം ഒരു സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം ചെറിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ പോയിട്ട് ആ വാസ് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആ വെപ്പൺ, ആ ഒരു ക്യാമ്പ് നമ്മൾ തകർക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു പരിധിവരെ വാസിനെ വീക്ക് ചെയ്യാൻ പറ്റൂ, അതായത് ദുർബലപ്പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ലൊക്കേഷനിലേക്ക് ചെന്ന് വാസ് ശേഖരിച്ച് വെച്ചിട്ടുള്ള എല്ലാ ആയുധങ്ങളും നമ്മളിപ്പോൾ നശിപ്പിച്ച് കളയണം. സോ ഇതൊരു സാധാരണ ഔട്ട് പോസ്റ്റ് പോലെയല്ല. ഇവിടെ സെക്യൂരിറ്റി വളരെ അധികമാണ്, ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പോരാത്തതിന് ആ ഒരു സൈറൻ സിസ്റ്റം ഇവിടെയുണ്ട്. ആ സൈറൻ സിസ്റ്റം ആദ്യം തന്നെ നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് അവന്മാർ കൊണ്ടുവരാതിരിക്കുള്ളൂ. അതായത് ഒച്ചകെട്ട് കൂടുതൽ ആൾക്കാർ വരും സൈറൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് ആദ്യം പോയിട്ട് ആ ഒരു സൈറൻ നമുക്ക് എങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്ത് കളയണം. പിന്നെ ഇവർ ഭയങ്കര ഒരു കോർഡിനേഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാവരും അരിയത്തരിയത്തല്ല, ഈ മാർക്ക് ചെയ്ത 4 പേരല്ല, അതുകൂടാതെ വേറെ ആൾക്കാർ അകത്തുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിന് വേണം നമ്മൾ ലിബറേറ്റ് ചെയ്ത് കയറാം. ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റിൽ നമ്മൾ നുഴഞ്ഞ് കയറണം. അതിന് പറ്റിയത് ആ ഒരു വെള്ളത്തിനടുത്ത് നിൽക്കുന്ന പുള്ളിക്കാരനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഗേറ്റിന് തൊട്ടടുത്തൊരു പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്. നമുക്ക് അവനെ ഫസ്റ്റ് ചാമ്പണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൂടെ നീന്തി അക്കരെ പോയി മറ്റേ പുള്ളിക്കാരനെ പണിയുന്നതിലും കാണും. ഇത് വലിയ പ്രശ്നമാവും. എന്തോന്നുണ്ട് ഇരുന്നിട്ട് കൊത്തമല്ല കളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോഡി നമുക്ക് കുറച്ച് ദൂരത്തേക്ക് ഇടാം. നമ്മൾ കൊന്നിട്ട് ബോഡി ഉപേക്ഷിച്ച് കഴിഞ്ഞാലും അവന്മാരെ നടക്കുന്ന നടത്തത്തിൽ ഈ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ വിഷയമാവും. പിന്നെ വെള്ളത്തിലൂടെ പോവാം. ആരും ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് പോയതാലും നമുക്ക് ആ ഒരു പുള്ളിക്കാരനെ, പാലത്തുമ്പിൽ നിൽക്കുന്ന പുള്ളിക്കാരനെ പണിയണം. ഇവൻ വളരെ ഓപ്പണാണ് നിൽക്കുന്നത്. ഇവനെ പണിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബോഡി എടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിടണം. അല്ലെങ്കിൽ നമുക്കത് പണിയാവും. ഓക്കെ, വാമനി ബാ. ഓക്കെ, ഇവൻ്റെ ബോഡി നമുക്ക് ഈ വെള്ളത്തിൽ കളയാം. നമുക്ക് ആ ഒരു അലാറം ഡിസേബിൾ ചെയ്യണം ഫസ്റ്റ്. ആ അലാറം അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. ഇവന്മാരുടെ ടീമിനെ മുഴുവനായിട്ടും നിലവിളിച്ചിട്ട് ആളെ കൂട്ടുന്ന പോലെ കൂട്ടും. നമുക്ക് ആ അലാറം ഡിസേബിൾ ചെയ്യാം. അതൊക്കെ പോയിട്ട് ഈ അലാറത്തിൻ്റെ തൊട്ടരിയത്തൊരു പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, വലത്ത് സൈഡിൽ ആരോ ഉണ്ട് കേട്ടോ, വലത്ത് സൈഡിൽ ആരോ ഉണ്ട്. ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇവനെ ഫസ്റ്റ് പണിയാം. ഇവൻ്റെ ബോഡിയും നമ്മൾ ഒളിപ്പിച്ച് പോകണം. കാരണം നമ്മൾ റൈറ്റ് സൈഡിൽ ഒരാളുണ്ട്. നമ്മൾ കയറുമ്പോൾ മറ്റേ അവന്മാരെ ആ ഒരു സെൻസിങ് സിഗ്നൽ കത്തിയായിരുന്നു. വലത് സൈഡിൽ ഇവിടെ നിന്നാണ് കത്തിയത്. ഇവിടെ ഒരാളുണ്ട്. ഇവനെ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റിയില്ല, പക്ഷേ ഇവിടെ ഒരാളുണ്ട്, കൺഫേമാണ്. ആ കണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റെൽത്തായിട്ട് തന്നെ ചെയ്യാം. ഇവന്മാരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം. നമ്മൾ ബാധിക്കുന്ന പ്രധാന പ്രശ്നം ഇതല്ല. ഇത് തൽക്കാലം അമാനാക്കി വില്ലേജിലേക്കുള്ള അറ്റാക്ക്, വാസിൻ്റെ അറ്റാക്ക് നിൽക്കും ഈ ആയുധങ്ങളെല്ലാം നശിക്കപ്പെട്ടാൽ. പക്ഷെ നമ്മൾ പ്രധാന പ്രശ്നം അതല്ല. നമ്മളെ 4 ഫ്രണ്ട്സിനെയും ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ് നാറികൾ. അതും പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് പൈസ വാങ്ങിയ ശേഷമാണ് വിൽക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും തടയണം. അമാനാക്കി വില്ലേജ് അറ്റാക്ക് ചെയ്യുന്നത് ഒരു വിധത്ത് പറഞ്ഞാൽ നമ്മളത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെ രക്ഷിച്ചെന്നുള്ളതിൻ്റെ ഒരു കടപ്പാട് മാത്രമേ നമ്മളിപ്പോൾ വീട്ടുന്നുള്ളൂ, ഒരു പ്രത്യുപകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് മെയിൻ നമ്മളെ 4 ഫ്രണ്ട്സാണ്. നമുക്ക് അവരെ കടത്തിക്കൊണ്ട് പോകുന്നതിനാണ് നമുക്ക് തടയിടേണ്ടത്. അവരെയാണ് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത്.
ഓക്കെ, ഈ ഒരു റൂം, ഈ മുന്നിൽ കാണുന്ന ഈ ഒരു റൂമിലാണ് വെപ്പൺസ് മുഴുവൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വെപ്പൺസ് മുഴുവൻ നശിപ്പിച്ച് കളയാം. കാരണം ഈ വെപ്പൺസ് ഉണ്ടെങ്കിൽ ഇവന്മാർ വളരെ സ്ട്രോങ് ആണ്. തൽക്കാലത്തേക്ക് ഇത് ഫുൾ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ വെപ്പൺ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം കിട്ടും. അതോടുകൂടി വാസ് വില്ലേജ് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ഒഴിവാക്കിയത് കുറേ വേറെ ആൾക്കാർ വന്നു കേട്ടോ. സൈറൺ ഇല്ലെങ്കിൽ പോലും ഇവന്മാർ വണ്ടി എടുത്ത് വരുന്നതാണ്. ഓക്കെ, ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെച്ച ബോംബ് പൊട്ടി. അവിടെ വെപ്പൺസ് എല്ലാം ഏതായാലും നശിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകണം, അത്രയേ ഉള്ളൂ. വേഗം അങ്ങോട്ട് ഓടിപ്പോന്നു. ഇത് സാധാ ഔട്ട് പോസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ഇവന്മാർ ഒരുപാട് പേരുണ്ട്, അതാണ് പ്രശ്നം. എനിക്കാണെങ്കിൽ കളിച്ച് വലിയ ശീലമൊന്നുമില്ല. കത്തിച്ചാവട്ടെ, പൊട്ടിത്തല്ല ബോംബിട്ടെ. ചാവ് ബ്രോ, ടൈ ബ്രോ, ടൈ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാമെന്ന്, നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണെന്നുള്ളത്. ഇനി ഏകദേശം ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ 200 സബ്സ്ക്രൈബേഴ്സിലെത്താൻ. വലിയ ചാനലാണ്, അപ്പോൾ കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ സ്റ്റോറി മുഴുവനായിട്ട് ഇടാനുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ നമുക്ക് വാസിലൂടെ എങ്ങനെയൊക്കെ കഴിഞ്ഞാലും പ്രകാരം നമുക്ക് കൊല്ലണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബാക്കി 4 ഫ്രണ്ട്സിനെ അന്വേഷിക്കാനുള്ള മിഷനാണ് വരും ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇതോടുകൂടി നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. സമയം കുറച്ചായി, ഡ്യൂറേഷൻ കുറച്ചധികമായി, 13 മിനിറ്റോളായി. അപ്പോൾ ബാക്കിയുള്ള വരുന്ന വിഷയം നമുക്ക് തുടർന്നും വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ബൈ.